തുടർച്ചയായ 27-ാം ദിവസവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇറാൻ. UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാന്റെ നടപടി സാമ്പത്തിക ഭീകരതയെന്ന് അഡ്നോക് സിഇഒയുടെ വിമർശനവുമെത്തി. സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴും ഗൾഫ് മേഖലയിലെ ഇറാൻ ആക്രമണം അയവില്ലാതെ തുടരുകയാണ്. രാവിലെ 2 തവണ UAEക്ക് നേരെ ആക്രമണമുണ്ടായി. ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാനായെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലെ കിഴക്കൻ മേഖല ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തു. ബഹ്റൈനിൽ ഇറാന്റെ ആക്രമണത്തിൽ മുഹറഖ് മേഖലയിൽ തീപിടുത്തമുണ്ടായി. ആളപായമില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അറദ്, ഖലാലി, സമാഹീജ് എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. ഹിസ്ബുള്ള ബന്ധമുള്ള 6 അംഗ സംഘം കുവൈറ്റിൽ അറസ്റ്റിലായി. വിദേശത്ത് താമസിച്ചിരുന്ന 14 പേരെയും പിടികൂടിയതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാൻ നടപടി സാമ്പത്തിക ഭീകരതയാണെന്ന് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി സുൽത്താൻ അൽ ജാബർ വിമർശിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയെ ഈ രീതിയിൽ അസ്ഥിരപ്പെടുത്താൻ ഒരു രാജ്യത്തെയും അനുവദിക്കരുതെന്നും അൽ ജാബർ പറഞ്ഞു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.